പ്രവേശനോത്സവം. അധ്യയന വർഷത്തിന്റെ ആദ്യ ദിനം തന്നെ വർണ്ണാഭമായ ഒരുക്കങ്ങളുടെ പ്രവേശനോത്സവം ആഘോഷിച്ചു. വാർഡ് മെമ്പർ ഡെൽസി ലൂക്കാച്ചൻ, പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സുജിത് ബേബി, PTA പ്രസിഡന്റ് ശ്രീ പ്രദീപ് MM, മദേഴ്സ് ഹോം പ്രസിഡന്റ് റീന ഫ്രാൻസിസ് എന്നിവർ ആഘോഷത്തിൽ പങ്കെടുത്തു. നവാഗതരായ കുട്ടികൾക്ക് പൂവും മധുരവും നൽകിയാണ് സ്വീകരണമൊരുക്കിയത്. സംഗീതാധ്യാപകൻ ശ്രീ സജി ചെറിയാന്റെ നേതൃത്വത്തിലുള്ള സ്കൂൾ ഗായക സംഘത്തിന്റെ പ്രവേശനോത്സവ ഗാനവും കുട്ടികളുടെ കലാപരിപാടികളും ആഘോഷത്തിന് മാറ്റുകൂട്ടി. അന്നേ ദിവസം തന്നെ ബഹുമാനപ്പെട്ട മാനേജറുടെ അധ്യക്ഷതയിൽ പ്രത്യേക സ്റ്റാഫ് മീറ്റിംഗ് ചേർന്ന് ഒരു അധ്യയന വർഷത്തേക്കുള്ള വാർഷിക ആസൂത്രണം തയ്യാറാക്കുകയും അധ്യാപകർക്ക് വിവിധ ഉത്തരവാദിത്തങ്ങൾ വിഭജിച്ച് നൽകുകയും ചെയ്തു. മുൻകൂട്ടി തയ്യാറാക്കുന്ന ഈ വാർഷികാസൂത്രണം അനുസരിച്ച് ഈ സ്കൂളിലെ പാഠ്യേതര പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അധ്യാപകർ എല്ലാവരും ഒത്തൊരുമയോടെ പ്രവർത്തിക്കുന്നു. അക്കാദമികം. കുട്ടികളുടെ പഠന പിന്നോക്ക മേഖലകൾ കണ്ടെത്തി പരിഹാരബോധനം നൽകുന്നതിന് അധ്യാപകർ സ്വമേധയാ സമയം കണ്ടെത്തുന്നുണ്ട്. പ്രത്യേകിച്ച് UP വിഭാഗത്തിലെ കുട്ടികൾക്ക് മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി വിഷയങ്ങളിൽ അക്ഷരം ഉറപ്പിക്കുന്നതിനും ഗണിതക്രിയകൾ സ്വായത്തമാക്കുന്നതിനും USS പരീക്ഷ എഴുതുന്നതിനും പ്രത്യേകം പരിശീലനം നൽകി വരുന്നു. പൊതുപരീക്ഷ എഴുതുന്ന 10ാം ക്ലാസ് കുട്ടികൾക്കായി രാവിലെയും വൈകിട്ടും ശനിയാഴ്ച ദിവസങ്ങളിൽ മുഴുവൻ നേരവും അധിക സമയം കണ്ടെത്തി പ്രത്യേക പരിശീലനം നൽകി വരുന്നു. ടേമിനൽ പരീക്ഷകൾ കൂടാതെ മിഡ് ടേം ടെസ്റ്റുകളും യൂണിറ്റ് ടെസ്റ്റുകളും എല്ലാ ക്ലാസുകളിലും കൃത്യമായി നടത്തുകയും ക്ലാസ് PTA വിളിച്ച് കുട്ടികളുടെ പഠന നിലവാരം രക്ഷിതാക്കളുമായി പങ്കുവെക്കുന്നതോടൊപ്പം പഠന വിടവ് പരിഹരിക്കുന്നതിന് ആത്മാർത്ഥമായ ശ്രമം അധ്യാപകർ ചെയ്യുന്നുണ്ടെന്ന കാര്യം അഭിനന്ദനം അർഹിക്കുന്നു. PTA ഈ സ്കൂളിലെ പാഠ്യേതര പ്രവർത്തനങ്ങളിലും ദിനാചരണങ്ങളിലും അധ്യാപകരോടൊപ്പം നിന്ന് പ്രവർത്തിക്കുകയും ദിശാബോധം നൽകുകയും ചെയ്യുന്ന ഒരു ശക്തമായ PTAയുടെ പിന്തുണ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളെ സുഗമമാക്കുന്ന ഒരു ചാലകശക്തിയാണെന്ന കാര്യം എടുത്തു പറയേണ്ടത് തന്നെ. 24/6/2024 ചേർന്ന ജനറൽ ബോഡി യോഗത്തിൽ വെച്ച് ക്ലാസ് പ്രാദേശിക പ്രാതിനിധ്യ സ്വഭാവമനുസരിച്ച് ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി രൂപീകരിക്കുകയുണ്ടായി. ഈ കമ്മിറ്റിയുടെ പ്രസിഡന്റായി ശ്രീ പ്രദീപ് MM വൈസ് പ്രസിഡന്റായി ശ്രീ സജി പൗലോസും തിരഞ്ഞെടുക്കപ്പെട്ടു. മാതാക്കളുടെ പ്രതിനിധിയായി ശ്രീമതി റീന ഫ്രാൻസിസ് തിരഞ്ഞെടുക്കപ്പെട്ടു. ഇവരുടെ നേതൃത്വത്തിലുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ പാഠ്യേതര പ്രവർത്തനങ്ങൾ, കായികമേള, ആനിവേഴ്സറി തുടങ്ങിയ വിജയിപ്പിക്കുന്നതിനായി കയ്യും മേയും മറന്ന് ചെയ്ത സേവനങ്ങളെ നന്ദിയോടെ സ്മരിക്കുന്നു. PTAയോടൊപ്പം SMCയും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. PTAയുടെയും SMCയുടെയും കോഓർഡിനേറ്ററായി അധ്യാപകൻ ശ്രീ ബിജു MK ചെയ്യുന്ന സേവനങ്ങൾ നന്ദിയോടെ സ്മരിക്കുന്നു. SSLC. വർഷങ്ങളായി നമ്മുടെ സ്കൂൾ SSLC പരീക്ഷയിൽ 100% വിജയം നിലനിർത്തുന്നു എന്ന കാര്യം ഏറെ സന്തോഷത്തോടെ അറിയിക്കുന്നു. കഴിഞ്ഞ വർഷം 92 കുട്ടികളാണ് പൊതുപരീക്ഷ എഴുതിയത്. എല്ലാവരും മികച്ച വിജയം കരസ്ഥമാക്കി. ഇവരിൽ 5 പേർക്ക് ഫുൾ A+ ലഭിച്ചു. ഇവർ പഠന മികവിന് എല്ലാ വർഷവും സമ്മാനിച്ചു വരുന്ന അയ്യപ്പച്ചൻ മെമ്മോറിയൽ അവാർഡിന് അർഹരായി. എൽസ ബിജു, എൽഡ മരിയ ബിജു, ജിൻ സജി, ഗൗരിനന്ദ KB, ടിയ മരിയ ഷിബു എന്നിവരാണ് അവാർഡിന് അർഹരായവർ. ഈ അധ്യയന വർഷം 100 കുട്ടികളാണ് SSLC പരീക്ഷയ്ക്ക് തയ്യാറാകുന്നത്. സ്കൂൾ പാർലമെന്റ്. തികച്ചും ജനാധിപത്യപരമായി തന്നെയാണ് ഇവിടെ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. മാസ്റ്റർ ബെഞ്ചിത് ജോമി, കുമാരി അനുഷ അശോകൻ എന്നിവരാണ് ഈ വർഷത്തെ സ്കൂൾ ലീഡേഴ്സ്. അച്ചടക്കം. അച്ചടക്കത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് കുട്ടികളിൽ മൂല്യബോധവും നന്മയും വളർത്തുവാൻ അധ്യാപകരെല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നുണ്ട്. സ്കൂളിന് 100 മീറ്റർ ചുറ്റളവിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കപ്പെടുകയോ കൈമാറ്റം ചെയ്യപ്പെടുകയോ ചെയ്യുന്നില്ല എന്ന് ഉറപ്പിക്കുന്നതിനുള്ള ഇടപെടലുകൾ ഈ ക്ലബ്ബുകൾ നടത്തുന്നുണ്ട്. ഇതിനോടൊപ്പം എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റുമായി സഹകരിച്ച് കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസുകളും ഈ വർഷം സംഘടിപ്പിച്ചു. ശ്രീ ആഷ്ബിൻ മാത്യു സാറാണ് ഈ ക്ലബിൻ്റെ കൺവീനർ. സാറിനെ പ്രത്യേകം അഭിനന്ദിക്കുവാനും ഈ സന്ദർഭം വിനിയോഗിക്കുന്നു. വിദ്യാരംഗം കലാസാഹിത്യവേദി. ഈ വർഷത്തെ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ സ്കൂൾ തല ഉദ്ഘാടനം 2024 ജൂലൈ 2 കലൂർക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിത് ബേബി നിർവഹിച്ചു. ഈ വേദിയിലൂടെ കുട്ടികളുടെ കലാപരവും സാഹിത്യപരവും സർഗപരവുമായ വാസനകൾ ഘോഷിപ്പിക്കാൻ അവസരമൊരുക്കിയിട്ടുണ്ട്. ശ്രീ ജോമോൻ ജോസ്, ശ്രീ സജി ചെറിയൻ, ശ്രീമതി നീന ജോയി, ശ്രീമതി ടിൽജി ജെ മാമ്പള്ളി, ശ്രീമതി മഞ്ജു എൽദോസ് എന്നീ അധ്യാപകരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. സ്റ്റുഡൻസ് കൗൺസിലറായിരുന്ന കൃഷ്ണപ്രിയ MS-നെയും അഭിനന്ദിക്കുന്നു. കുട്ടികളിലെ വായനാശീലം വളർത്തുന്നതിനായി മംഗളം അക്ഷരജ്യോതി എന്ന പദ്ധതി കൂടി ഈ വേദിയുടെ മേൽനോട്ടത്തിൽ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കായിക രംഗം.
കുട്ടികളിലെ കായിക അഭിരുചി വളർത്തുന്നതിനുള്ള വിവിധ പ്രവർത്തനങ്ങൾ മധ്യവേനൽ അവധിക്കാലത്ത് തന്നെ ആരംഭിച്ചു. ഫുട്ബോൾ, അത്ലറ്റിക്സ് ഇനങ്ങളിൽ നടന്ന പരിശീലനത്തിൽ 50ഓളം കുട്ടികൾ പങ്കെടുത്തു. സ്കൂൾ തുറന്നു കഴിഞ്ഞ് രാവിലെയും വൈകിട്ടുമായി വിവിധ ഇനങ്ങളിൽ കുട്ടികൾക്ക് പരിശീലനം നൽകുന്നതിൽ കായിക അധ്യാപകൻ പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. ജൂലൈയിൽ കലൂർക്കാട് വെച്ച് നടന്ന സബ് ജില്ലാ സുബ്രത കപ്പ് ഫുട്ബോൾ മാച്ചിൽ സബ് ജൂനിയർ, ജൂനിയർ വിഭാഗങ്ങളിൽ നമ്മുടെ കുട്ടികൾ പങ്കെടുക്കുകയും സബ് ജൂനിയർ വിഭാഗത്തിൽ 2ാം സ്ഥാനം ലഭിക്കുകയും ചെയ്തു. സെപ്റ്റംബറിൽ നടന്ന റവന്യൂ ജില്ലാ ഫുട്ബോൾ ടൂർണമെൻറ്റിലേക്ക് ഈ സ്കൂളിൽ നിന്നും 5 കുട്ടികൾക്ക് സെലക്ഷൻ ലഭിക്കുകയുണ്ടായി. ഒക്ടോബർ 15, 16, 17 തീയതികളിൽ ഈ സ്കൂളിൽ വെച്ച് നടന്ന സബ് ജില്ലാ കായിക മേളയിൽ നമ്മുടെ സ്കൂളിൽ നിന്ന് 50ഓളം കുട്ടികൾ പങ്കെടുക്കുകയും വിവിധ ഇനങ്ങളിലായി 30 കുട്ടികൾ സമ്മാനാർഹരാവുകയും ചെയ്തു. തുടർന്ന് നടന്ന റവന്യൂ ജില്ലാ കായിക മേളയിൽ 8Bയിലെ അദ്വൈത് കെ ബിജുവിന് 4x100 മീറ്റർ റിലേ മത്സരത്തിൽ 2ാം സ്ഥാനം ലഭിച്ചു. ഓഗസ്റ്റ് മാസം കതിലിക്കാട് VMHSൽ നടന്ന സബ് ജില്ലാ ചെസ് ടൂർണമെൻറ്റിൽ 3 കുട്ടികൾക്ക് സമ്മാനം ലഭിച്ചു. വിവിധ ഇനങ്ങളിൽ കുട്ടികളെ പരിശീലിപ്പിച്ച കായിക അധ്യാപകൻ ശ്രീ ജോസഫ് ജേസൺ സാറിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ദിനാചരണങ്ങൾ. പാഠപുസ്തകം പഠിക്കുന്നതോടൊപ്പം കുട്ടികളിൽ സർഗവാസനയും ദേശസ്നേഹവും പരിസ്ഥിതി ബോധവും വളർത്താൻ ഉപകരിക്കുന്ന ദിനാചരണങ്ങളും കലോത്സവങ്ങളും ക്വിസ് മത്സരങ്ങളും സംഘടിപ്പിച്ച് സമ്മാനങ്ങൾ നൽകി പ്രോത്സാഹിപ്പിച്ചു വരുന്നു. ക്ലബ്ബുകൾ. കുട്ടികളുടെ നേതൃത്വ പാഠവും സർഗശേഷിയും മൂല്യബോധവും വളർത്തുവാൻ ഉപകരിക്കുന്ന വിവിധ ക്ലബ്ബുകൾ അധ്യാപകരുടെ മേൽനോട്ടത്തിൽ ഇവിടെ പ്രവർത്തിക്കുന്നു. ശാസ്ത്രഹരിത ക്ലബ് ശ്രീമതി സ്മിത ജോൺ, ശ്രീമതി ലിൻഡു പോൾ. ഗണിതശാസ്ത്ര ക്ലബ് ശ്രീമതി ടിൽജി ജെ മാമ്പള്ളിൽ, ശ്രീമതി നൈസി മാത്യു. പരിസ്ഥിതി ക്ലബ്, IT ക്ലബ്, ലഹരി വിമുക്ത ക്ലബ് ശ്രീ അഷ്ബിൻ മാത്യു. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ആൻഡ് ലാംഗ്വേജ് ക്ലബ് ശ്രീ ഷാജി തോമസ്, ശ്രീ സിജു ജോസഫ്, ശ്രീമതി മോണിക്ക ദേവസ്യ. സോഷ്യൽ സയൻസ് ക്ലബ് ശ്രീ ജോഷി ഫ്രാൻസിസ്, ശ്രീമതി ജയമ സെബാസ്റ്റ്യൻ. YIP ആൻഡ് സ്കൂൾ ഇന്നോവേഷൻ മാരത്തോൺ ശ്രീമതി സ്മിത ജോൺ ആൻഡ് ശ്രീമതി മോണിക്ക ദേവസ്യ. സ്കോളർഷിപ്പ് ആൻഡ് ഗ്രാൻഡ്സ് ശ്രീ ആഷ്ബിൻ മാത്യു. ദീപിക ബാലജന സഖ്യം. കുട്ടികൾ സാമൂഹ്യ സേവന മനോഭാവം വളർത്തുവാൻ ചാരിറ്റി ക്ലബ് ഉതകുന്നുണ്ട് എന്ന കാര്യം പ്രത്യേകം എടുത്തു പറയുന്നു. ഇതിലൂടെ അർഹതപ്പെട്ടവർക്ക് സാമ്പത്തിക സഹായം ചെയ്യുന്നതിന് അവസരം ലഭിച്ചു. ക്ലബിൻ്റെ ചുമതല വഹിക്കുന്ന സിസ്റ്റർ സിജി ജോസഫിനെയും ശ്രീ ജോമോൻ ജോസിനെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. ദീപിക ബാലജനസഖ്യത്തിന്റെ ഈ അധ്യയന വർഷത്തെ യൂണിറ്റ് തല ഉദ്ഘാടനം, തൊടുപുഴ പ്രവിശ്യ പ്രവർത്തന വർഷ ഉദ്ഘാടനം എന്നിവ സംയുക്തമായി ജൂലൈ 2 DCL ഡയറക്ടർ ഫാദർ റോയ് കണ്ണഞ്ചിറ നിർവഹിച്ചു. ലീഡർ മാസ്റ്റർ എൽദോ സജി, കൺവീനർ കൃഷ്ണപ്രിയ MS എന്നിവരുടെ നേതൃത്വത്തിലുള്ള DCLന്റെ പ്രവർത്തനങ്ങൾ ഏറെ പ്രശംസാർഹം തന്നെയാണ്. DCLന്റെ ആഭിമുഖ്യത്തിൽ വായനാശീലം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ദീപികയുടെ നമ്മുടെ ഭാഷാ പദ്ധതി ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ UP വിദ്യാർത്ഥികൾക്കായി കുട്ടികളുടെ ദീപിക മാസികയും വിതരണം ചെയ്തു വരുന്നു. സംസ്ഥാനതല കളറിംഗ് മത്സരത്തിൽ ഇവിടുത്തെ 116 കുട്ടികൾ പങ്കെടുക്കുകയുണ്ടായി. UP വിഭാഗത്തിൽ നിന്നും എമിൽ മരിയ ജിൻസൺ, ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്നും ലിവിൻ സാമുവൽ PVയും വിജയികളായി. A ഗ്രേഡിന് അർഹയായ അനാമിക അഭിലാഷിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. നിർമ്മല ജൂനിയർ സ്കൂൾ മൂവാറ്റുപുഴയിൽ നടന്ന DCL മേഖലാ ടാലന്റ് ഫെസ്റ്റിൽ ഇവിടെ നിന്ന് 9 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ഹൈസ്കൂൾ വിഭാഗം ലളിതഗാന മത്സരത്തിൽ കുമാരി ഭദ്ര സുരേന്ദ്രന് 1ാം സ്ഥാനവും DCL ആന്തം മത്സരത്തിൽ നമ്മുടെ സ്കൂളിന് 3ാം സ്ഥാനവും ലഭിക്കുകയുണ്ടായി. നമ്മുടെ സ്കൂളിലെ DCLന്റെ നേതൃത്വം വഹിക്കുന്നത് മലയാള അധ്യാപകനായ ശ്രീ ജോമോൻ ജോസാണ്. ഈ അവസരത്തിൽ സാറിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രത്യേകം നന്ദിയും അഭിനന്ദനവും അർപ്പിക്കുന്നു. സ്കൂൾ ലൈബ്രറി. കുട്ടികളുടെ വായനാശീലം വളർത്തുന്നതിനായി 7000 പുസ്തകങ്ങളുള്ള ലൈബ്രറി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പുസ്തക വായനയോടൊപ്പം വായനാക്കുറിപ്പ് എഴുതിക്കുന്ന രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ സജി ചെറിയാൻ സാർ പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. NCCയുടെ കേരള ലക്ഷദ്വീപ് ഡയറക്ടറേറ്റ് 18 കേരള ബറ്റാലിയൻ്റെ കീഴിൽ 67ാം നമ്പർ ട്രൂപ്പ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. 100 കേഡറ്റുകൾ അംഗങ്ങളുള്ള ട്രൂപ്പിൻ്റെ മോട്ടോ യൂണിറ്റി ആൻഡ് ഡിസിപ്ലിൻ എന്നാണ്. ഇവർക്ക് ആഴ്ചയിൽ 2 ദിവസം പട്ടാളക്കാരുടെ നേതൃത്വത്തിൽ പരിശീലനം നൽകി വരുന്നു. ജവഹർ നവോദയ വിദ്യാലയം കുളമാവ്, സെൻറ് പീറ്റേഴ്സ് കോളേജ് കോലഞ്ചേരി, ന്യൂമാൻ കോളേജ് തൊടുപുഴ എന്നിവിടങ്ങളായി നടന്ന 10 ദിവസത്തെ സഹവാസ പരിശീലനത്തിൽ ഇവിടുത്തെ 2ാം വർഷ കേഡറ്റുകൾ പങ്കെടുത്തു. ഊട്ടിയിൽ വെച്ച് NCC കേഡറ്റുകൾക്കായി നടന്ന ദേശീയതല ട്രെക്കിംഗ് ക്യാമ്പിൽ കേരളത്തിൽ നിന്നും പങ്കെടുത്ത 40 ജൂനിയർ കേഡറ്റുകളിൽ ഒരാൾ നമ്മളുടെ സ്കൂളിലെ സർജൻ ഡോണ ബേസിൽ ആയിരുന്നുവെന്ന കാര്യം
നമുക്കേവർക്കും അഭിമാനകരമാണ്. തൊടുപുഴ ന്യൂമാൻ കോളേജിൽ നടന്ന ട്രെയിനിങ് ക്യാമ്പിൽ ജൂനിയർ കേഡറ്റുകളുടെ നേതൃത്വം ഈ സ്കൂളിലെ കോർപ്പറൽ ജയശങ്കർ സാബുവിനായിരുന്നു എന്നതും അഭിമാനകരം തന്നെ. ഇന്റർ ബറ്റാലിയൻ റിപ്പബ്ലിക് ദിന മത്സരത്തിൽ 18 കേരള ബറ്റാലിയനെ റെപ്രസെൻ്റ് ചെയ്ത് കലാമത്സരങ്ങളിൽ ഈ ട്രൂപ്പിലെ സർജന്റ് സാധിക സജി പങ്കെടുത്തു എന്നതും അഭിമാനകരം തന്നെ. കുട്ടികളിൽ ദേശസ്നേഹവും സാമൂഹിക ബോധവും വളർത്തുവാൻ ഉപകരിക്കുന്ന ധാരാളം പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുവാൻ നേതൃത്വം വഹിക്കുന്ന നമ്മളുടെ സ്കൂളിലെ NCC ഓഫീസർ ശ്രീ ജിയോ റെജിയെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. JRC 8, 9, 10 ക്ലാസ്സുകളിലെ കുട്ടികൾക്കായി ജൂനിയർ റെഡ് ക്രോസിന്റെ ഒരു യൂണിറ്റ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. സാമൂഹ്യ സേവന മനോഭാവം വളർത്തുവാനുതകുന്ന യൂണിറ്റിന്റെ ചുമതല ശ്രീ ജോമോൻ ജോസ്, ശ്രീ ഷാജി തോമസ് എന്നിവരാണ് വഹിക്കുന്നത്. KCSL വിശ്വാസം, പഠനം, സേവനം എന്നീ ആദർശങ്ങൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് വിദ്യാർത്ഥികളിൽ മൂല്യബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ കത്തോലിക്ക വിദ്യാർത്ഥി സംഘടനയായ KCSLന്റെ ഒരു യൂണിറ്റ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നടത്തുന്ന പ്രാർത്ഥനകളിലും ആദ്യ വെള്ളിയിലെ വിശുദ്ധ കുർബാനയിലും ഒക്ടോബർ മാസം നടത്തുന്ന ജപമാലയിലും കുട്ടികൾ സജീവമായി പങ്കെടുക്കുന്നുണ്ട്. ക്രിസ്തുമസ് പുൽക്കൂട് നിർമ്മാണം, ക്രിസ്മസ് പാപ്പ മത്സരം, രൂപതലത്തിൽ നടക്കുന്ന ലീഡേഴ്സ് മീറ്റ്, സാഹിത്യ മത്സരങ്ങൾ എന്നിവയിലെല്ലാം കുട്ടികൾ സജീവമായി പങ്കെടുക്കാറുണ്ട്. KCSLന്റെ പ്രവർത്തനങ്ങൾ സ്വന്തം ഉത്തരവാദിത്വമായി കണ്ട് ഏറ്റെടുത്ത് നടത്തുന്ന സിസ്റ്റർ സിജി ജോസഫിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ലിറ്റിൽ കൈറ്റ്സ് കുട്ടികൾക്ക് വിവര സാങ്കേതികവിദ്യയുടെ നൂതന വശങ്ങൾ പരിചയപ്പെടുത്തുന്നതിനായി ഈ അക്കാദമിക വർഷം മുതൽ ലിറ്റിൽ കൈറ്റ്സ് നമ്മുടെ സ്കൂളിൽ പ്രവർത്തിക്കുന്നു. കൈറ്റ് മാസ്റ്റേഴ്സായ ശ്രീ ആഷ്വിൻ മാത്യു, ശ്രീമതി മോണിക്ക ദേവസ്യ എന്നിവർ നേതൃത്വം നൽകുന്നു. കലാരംഗം കുട്ടികളിലെ കലാപരമായ കഴിവുകൾ കണ്ടെത്തി പോഷിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ മധ്യവേനൽ അവധിക്കാലത്ത് തന്നെ ആരംഭിച്ചു. റെഡ്, യെല്ലോ, ഗ്രീൻ, ബ്ലൂ എന്നിങ്ങനെ 4 ഗ്രൂപ്പുകളായി തിരിച്ചാണ് കലാകായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചു വരുന്നത്. സ്കൂൾ തല കലാമേളയിൽ മികവ് തെളിയിച്ചവർ കലൂർക്കാട് സെന്റ് അഗസ്റ്റിൻ HSSൽ നടന്ന സബ് ജില്ലാ മേളയിൽ പങ്കെടുത്ത് ധാരാളം സമ്മാനങ്ങൾ നേടുകയുണ്ടായി. വട്ടപ്പാട്ട് മത്സരത്തിൽ 8Cയിലെ എബിൻ ജോബിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന് A ഗ്രേഡ് ഫസ്റ്റ് ലഭിച്ചു. ഉറുദു ഉപന്യാസത്തിനും ഉറുദു കഥാരചനയ്ക്കും 8Aയിലെ റിസ്വാന ഫാത്തിമയ്ക്ക് A ഗ്രേഡ് ഫസ്റ്റ് ലഭിച്ചു. പരിചമുട്ടുകളി എൽദോ സന്തോഷ് ആൻഡ് പാർട്ടി, തിരുവാതിര സാധിക സജി ആൻഡ് പാർട്ടി, ഒപ്പന അൽഫീന ജിജോ ആൻഡ് പാർട്ടി, ദേശഭക്തിഗാനം ടിയ ടിറ്റോ ആൻഡ് പാർട്ടി, ഉറുദു സംഘഗാനം ആര്യ ജോമോൻ ആൻഡ് പാർട്ടി, ലളിതഗാനം ഭദ്ര സുരേന്ദ്രൻ, മാപ്പിളപ്പാട്ട് സനത് ഷാജി, ഫാത്തിമ മോൾ അജാസ്, പ്രസംഗം ഏഞ്ചൽ ടിബി, ഉറുദു പദ്യം ചൊല്ലൽ ദേവനന്ദ ബിജു എന്നിവർക്കെല്ലാം A ഗ്രേഡ് ലഭിക്കുകയുണ്ടായി. നവംബർ 25 മുതൽ 29 വരെ കുറുപ്പുംപടിയിൽ നടന്ന റവന്യൂ ജില്ലാ കലാമേളയിൽ ഉറുദു കഥാരചനയ്ക്കും പ്രസംഗത്തിനും പങ്കെടുത്ത റിസ്വാന ഫാത്തിമയ്ക്ക് 2 ഇനങ്ങളിലും A ഗ്രേഡ് ലഭിച്ചു. വിജയികൾക്കും അവരെ പരിശീലിപ്പിച്ച സജി ചെറിയാൻ സാറിനും ഒപ്പം നിന്ന നൈസി മാത്യു, ടിൽജി ജെ മാമ്പിള്ളിയിൽ, നീന ലിൻഡു പോൾ, മോണിക്ക ദേവസ്യ, മഞ്ജു എൽദോസ്, ജോയമ്മ സെബാസ്റ്റ്യൻ, സിസ്റ്റർ മരിയ റാണി എന്നിവർക്കും പ്രത്യേക അഭിനന്ദനവും നന്ദിയും അർപ്പിക്കുന്നു. ഗണിതശാസ്ത്ര പ്രവൃത്തി പരിചയമേളകൾ. പ്രവൃത്തി പരിചയ രംഗത്ത് കുട്ടികളിലെ നൈപുണികൾ വളർത്തിയെടുക്കുവാൻ അധ്യാപകരെല്ലാവരും പ്രത്യേക ശ്രദ്ധ ചെലുത്താറുണ്ട്. ഈ അധ്യയന വർഷത്തെ പ്രവൃത്തി പരിചയമേളയും ശാസ്ത്രമേളയും നാഗപ്പുഴ സെൻറ് മേരീസ് HSൽ നടന്നു. പ്രവൃത്തി പരിചയമേളയിൽ UP വിഭാഗത്തിൽ നിന്നും 10 കുട്ടികളും HS വിഭാഗത്തിൽ നിന്നും 20 കുട്ടികളും പങ്കെടുത്തു. ഇതിൽ 13 കുട്ടികൾക്ക് റവന്യൂ ജില്ലാ മത്സരത്തിൽ പങ്കെടുക്കുവാൻ അവസരം ലഭിച്ചു. ശാസ്ത്രമേളയിൽ UP വിഭാഗത്തിൽ നിന്നും 3 കുട്ടികളും HS വിഭാഗത്തിൽ നിന്നും 8 കുട്ടികളും പങ്കെടുത്തു. ഇരുമേളകളിലും മികച്ച ഗ്രേഡുകൾ കുട്ടികൾക്ക് നേടാൻ കഴിഞ്ഞു എന്നത് സന്തോഷകരം തന്നെ. വിജയികളെയും കുട്ടികളെ പരിശീലിപ്പിച്ച ശ്രീമതി നൈസി മാത്യു, ശ്രീമതി ജോയമ്മ സെബാസ്റ്റ്യൻ, ശ്രീമതി മോനിക്ക ദേവസ്യ, ശ്രീ ജോസഫ് ജെയ്സൺ, ശ്രീമതി സ്മിത ജോൺ, ശ്രീ ജിയോ റെജി, ശ്രീമതി ലിൻഡു പോൾ എന്നീ അധ്യാപകരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. സബ് ജില്ലാതല ഗണിത മാഗസിൻ നിർമ്മാണ മത്സരത്തിൽ നമ്മുടെ സ്കൂളിന് 1ാം സ്ഥാനം ലഭിക്കുകയുണ്ടായി. ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി കുട്ടികളെ പ്രബുദ്ധരാക്കിയ ശ്രീമതി ടിൽജി ജെ മാമ്പള്ളിയെയും ശ്രീമതി അന്നു കെ സാജുവിനെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഉച്ചഭക്ഷണ പദ്ധതി
കുട്ടികളിലെ പോഷകാഹാര ലഭ്യതക്കുറവ് പരിഹരിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ സ്കൂളുകളിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഉച്ചഭക്ഷണ പദ്ധതി നമ്മുടെ സ്കൂളിൽ ശ്രീമതി ലിൻഡു പോൾ, ശ്രീ ജോഷി ഫ്രാൻസിസ് എന്നിവരുടെ നേതൃത്വത്തിൽ വിജയകരമായി നടന്നുവരുന്നു. രുചികരവും പോഷക ഗുണസമ്പന്നവുമായ ഭക്ഷണം കുട്ടികൾക്ക് ലഭ്യമാക്കുവാൻ അധ്യാപകർ പ്രതിജ്ഞാബദ്ധരാണ്. സ്കൂൾ ബസ് പഠന വിനോദയാത്രാ പദ്ധതി. വിദ്യാർത്ഥികൾക്ക് യാത്രാ സൗകര്യം ഒരുക്കുന്നതിനായി 2 സ്കൂൾ ബസ്സുകൾ സർവീസ് നടത്തുന്നു. അതോടൊപ്പം കുട്ടികൾക്ക് കുറഞ്ഞ ചിലവിൽ പ്രശസ്ത ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് പഠന വിനോദയാത്രയും സംഘടിപ്പിച്ചു വരുന്നു. പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ കൈത്താങ്ങ് ഈ പദ്ധതിയെ ഏറെ വിജയകരമാക്കുന്നു. ഇതിനായി നേതൃത്വം വഹിക്കുന്ന ശ്രീ ബിജു MKയെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അക്കാദമിക് പ്രൊഫിഷ്യൻസി. ഓരോ ക്ലാസുകളിലും പഠന മികവ് പുലർത്തുന്ന കുട്ടികൾക്ക് പ്രോത്സാഹനം നൽകുന്നതിനായി പ്രത്യേക സമ്മാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ അധ്യയന വർഷം ഇതിന് അർഹരായവർ: അശ്വജിത്ത് രജീഷ്, ദേവദത്ത് സന്തോഷ്, ദേവാനന്ദ് സന്തോഷ്, ആഫ്രിൻ ഷിഹാബ്, അനാമിക രാജേഷ്, ജിയാന ജോർജ്, റുക്സാന PS എന്നിവർ 5Aയിൽ നിന്നും, അലക്സ് JN 5B, ബിയോൺ തോമസ്, ദക്ഷ KS എന്നിവർ 6Aയിൽ നിന്നും, അനാമിക അഭിലാഷ് 6B, റോസന്ന ജോസഫ് 7A, ശ്രീഹരി മണികണ്ഠൻ 7B, ഏഞ്ചൽ TB 8A, ജോൺസൺ ജോഷി 8B, ജോയൽ തോമസ് 8C, മീനു തോമസ് 9A, ഗോഡ്സൺ സിജു 9B, അൽഫോൺസ് മെരിയ ഷിജി 9C, മിലു ജോസഫ് 10A, അശ്വാൻ ബിജു 10B, പ്രൈസ് മനോജ് 10C. ഈസ്റ്റ് കലൂർ ശ്രീകല തീർത്ഥപാദാശ്രമം പഠന പ്രോത്സാഹനത്തിനായി ഏർപ്പെടുത്തിയിരിക്കുന്ന സ്കോളർഷിപ്പിന് ഈ വർഷം 23 കുട്ടികൾ അർഹരായിട്ടുണ്ട്. കലൂർ റോട്ടറി ക്ലബ് മികച്ച കുട്ടികൾക്കായി ഏർപ്പെടുത്തിയ 5000 രൂപ ക്യാഷ് അവാർഡിന് കഴിഞ്ഞ വർഷം SSLC പാസ്സായ ജിയ മരിയ ഷിബുവും 3000 രൂപ ക്യാഷ് അവാർഡിന് ജിൻസ് സജിയും അർഹരായി. കുട്ടികളിലെ വിവിധങ്ങളായ ശേഷികൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുവാൻ അഹോരാത്രം അധ്വാനിക്കുന്ന അധ്യാപകരാണിവിടെ ഉള്ളത് എന്ന കാര്യം അഭിമാനകരമാണ്.